യെസ്, മണ്ഡല പുനർനിർണയത്തിൽ ആശങ്ക നിലനിൽക്കുന്നതിനാൽ വനിതാ സംവരണ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ പ്രതിപക്ഷം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യ സഖ്യം ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നു. ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാനുള്ള തീരുമാനമെടുക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും പാർലമെന്റിൽ ശക്തമായി നേരിടുമെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറയുന്നു. ലോക്സഭാ സീറ്റെണ്ണം മാറ്റാതെ വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന് KC വേണുഗോപാലും ആവശ്യപ്പെടുന്നു. ആ നിലക്ക് വനിതാ സംവരണ ബിൽ ഒളിയജണ്ട ലക്ഷ്യം വെച്ചുള്ളതാണെന്ന കൃത്യമായ ഒരു കണക്ക് കൂട്ടലിൽ ഇന്ത്യ സഖ്യം എത്തുമ്പോൾ ഐക്യത്തോടെ ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യത്തിന് നാളെ പാർലമെന്റിൽ കഴിയുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അത് തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ജിംസ്, ഇത് വനിതാ സ്നേഹമല്ല എന്നൊരു കൃത്യമായ വിലയിരുത്തൽ ഇന്ത്യ സഖ്യം എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ കണ്ടത് നാളിതുവരെ ഇന്ത്യ സഖ്യം പൂർണ്ണമായി ഐക്യത്തോടെ ഒരുമിച്ച് കൂടിയ ഒരു ചിത്രം അടുത്ത കാലത്തെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒറ്റക്കെട്ടായി ഇന്ന് ഖർഗെയുടെ വസതിയിൽ ഒരുമിച്ച് ചേരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ ഈ ഐക്യവും ഈ ഒറ്റക്കെട്ടായി നാളെ പാർലമെന്റിൽ ഇതേ രീതിയിലൊരു നിലപാടെടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നലുണ്ട്. അല്ല, ഇവിടെ ആകെ ചെയ്യാൻ കഴിയുന്നത് പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യത്തിന് ചെയ്യാൻ കഴിയുന്നത് നാളെ പാർലമെന്റിൽ ഹാജരായി ഈ ഭരണഘടനാ ഭേദഗതി നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഹാജരായ MP-മാരുടെ 1/3 പേരുടെ പിന്തുണ വേണം ഇത് ഭരണഘടനാ ഭേദഗതി പാസ്സാവാൻ. അപ്പോൾ ആരൊക്കെ ആബ്സെന്റ് ആവും എന്നുള്ളതാണ് പ്രധാനം. ആബ്സെന്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലത്തിനിടയ്ക്ക് ഈ പ്രത്യേക ലോക്സഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്, പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ദുരൂഹമാണ് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. കാരണം MP-മാർ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ്. തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എല്ലാം പ്രചാരണം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് നമുക്കിത് ചർച്ച ചെയ്യാമെന്നോ അങ്ങനെ ഒരു അടിയന്തര പ്രാധാന്യം എന്താണ് ആ ഒരു ചോദ്യമുണ്ടല്ലോ. കാരണം വനിതാ സംവരണ ബില്ല് എത്രയോ വർഷമായിട്ട് പല സർക്കാരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ സർക്കാർ തന്നെ 2-3 വർഷം മുമ്പ് വീണ്ടും അത് കോയിൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്. എന്നിരിക്കെ വളരെ പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വ്യത്യസ്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് നമുക്കിത് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് ദുരൂഹം തന്നെയാണ്. അതിലോട് ഒരു ജനാധിപത്യ ബോധവുമില്ല. അത് സോണിയാഗാന്ധി ഈ വിഷയത്തിൽ പലപ്പോഴായി വിവിധ ദേശീയ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ ആരോപിക്കുന്ന കാര്യം അതുതന്നെയാണ്. എന്താണ് ഈ അർജൻസിയുടെ കാരണം എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള കൺസേൺ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ട്. അവരത് പല ഘട്ടങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലെ അവരുടെ പ്ലാൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ യഥാർത്ഥത്തിൽ വനിതാ സംവരണമാണോ അവരുടെ ലക്ഷ്യം, അതല്ല ഡീലിമിറ്റേഷൻ ആണോ എന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ ഡീലിമിറ്റേഷൻ എന്തിന് നിർത്തിവെച്ചു എന്നൊരു ചോദ്യം, ആ ചോദ്യം രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയാണ് നിർത്തിവെച്ചത്. നമുക്കറിയാം 25 വർഷത്തേക്ക്. 25 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു 25 വർഷത്തേക്ക് അത് നീട്ടുകയായിരുന്നു. 2026 അതിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും രാജ്യത്തൊരു കൺസെൻസ് രൂപപ്പെടേണ്ടതുണ്ട്. ഒരു കുറഞ്ഞ പക്ഷം ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇനി എന്ത് നീക്കം വേണമെന്ന് പ്രധാനമന്ത്രി മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ മര്യാദ. അതേക്കുറിച്ച് ഒരു ടോക്കുമില്ല. ചർച്ചയൊക്കെ വേണമെങ്കിൽ പാർലമെന്റിലേക്ക് പോകാം, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. എന്നിട്ട് പാർലമെന്റിൽ നിന്ന് ചർച്ച ചെയ്യാറുണ്ടോ? പാർലമെന്റിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയും ഇല്ലാതെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ അട്ടിമറിക്കും എന്ന് ഭയക്കുന്ന, രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം മാത്രമല്ല ഫെഡറൽ ഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന് ഭയക്കുന്ന ഒരു ഭേദഗതിയെ വളരെ പുഷ്പം പോലെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് അവതരിപ്പിക്കുന്ന പോലെ ഈ ബില്ല് എത്ര MP-മാർ വായിച്ചിട്ടുണ്ടാവും? ഈ ബില്ല് എത്ര പേര് പുറത്തു വന്ന് കണ്ടിട്ടുണ്ടാവും? അതേക്കുറിച്ച് ചർച്ച നടക്കണ്ടേ? പുറത്ത് ചർച്ച നടക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണ്ടേ? എന്നിട്ടല്ലേ പാർലമെന്റിൽ ചർച്ച ചെയ്യുക? അപ്പോൾ ഇതേക്കുറിച്ച് ഒരു തരത്തിലുള്ള അവധാനതയും ഇല്ലാതെ ഇത് നടപ്പാക്കാൻ പോവുകയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ ഒന്ന് MK സ്റ്റാലിൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കുകയും അതുവഴിയുണ്ടായ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായ സംസ്ഥാനങ്ങളാണിത്. അവരെ സംബന്ധിച്ച് അവർക്കതൊരു ശിക്ഷയായിരിക്കും. മറിച്ച് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ബീഹാർ, UP, രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനങ്ങൾക്ക് ഇത് ഗുണകരമാവുകയും ചെയ്യും. അതുവഴി അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, രാഷ്ട്രീയമായ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അത് BJP ഗുണകരമാവും. BJPയുടെ MP-മാരുടെ എണ്ണം കൂടും പാർലമെന്റിൽ. പിന്നീട് ഒരിക്കലും, അതായത് അമിത്ഷാ 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ അമിത്ഷാ RSSന് കൊടുത്തൊരു വാക്കുണ്ട്, 50 വർഷത്തേക്ക് BJP ഭരിക്കുമെന്നൊരു വാക്ക്. അമിത്ഷാ തന്നെ അത് പുറത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 50 കൊല്ലം ഭരിക്കും. എങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നീക്കമാണോ ഇത് എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കും. യെസ്, നൗഫൽ, വലിയ ദുരൂഹതയും സംശയങ്ങളും ഉയരുന്നൊരു ഘട്ടം. 2ാം മോദി സർക്കാരിനെ പോലെയല്ല, ഇപ്പോൾ കുറെ കൂടി കരുത്തുള്ളൊരു പ്രതിപക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹതയുടെ ബില്ല് വരുമ്പോൾ, അതും വളരെ വേഗത്തിൽ അത് കൊണ്ടുവരുന്നൊരു ഘട്ടത്തിൽ
അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിനപ്പുറത്തേക്ക് കാര്യക്ഷമമായൊരു പ്രതിരോധം തീർക്കാൻ നാളെ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് തോന്നുന്നു. അല്ല, പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ട്രാപ്പ് ശരിക്കും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കാര്യം. കാരണം വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത് ഒരു മധുരമാണ്. ആ മധുരം പുരട്ടിയ ഒരു കയ്പ് നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. വനിതാ സംവരണ ബില്ല് എന്ന് പറയുമ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്, വനിതകൾക്ക് സംവരണം വേണം, പാർലമെൻറ്റ് നിയമസഭകൾക്ക് കൂടുതൽ അവർക്ക് പ്രാതിനിധ്യം വേണമെന്നുള്ളത് നേരത്തെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിനിടക്ക് ഈ മണ്ഡല പുനർനിർണ്ണയം കൂടി നടപ്പിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP പയറ്റുന്നത്. അപ്പോൾ ഇനി നാളെ കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കാം? വനിതാ സംവരണത്തിനെതിരെ പ്രതിപക്ഷം നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് വരിക. അതിനെ കൂടുതലായി ആ ആരോപണത്തെ ശക്തി കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇനി മുതൽ, നാളെ രാവിലെ മുതൽ NDA ശ്രമിക്കുക, BJP ശ്രമിക്കുക. അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ കാരണം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു റിസൾട്ട് ആയിരുന്നില്ല BJP പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ആ റിസൾട്ട് പോവുകയും വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിങ്ങനെ പോയാൽ നമുക്ക് അധികകാലം തുടരാൻ കഴിയില്ല. 50 വർഷം ഇന്ത്യ ഭരിക്കുക എന്നുള്ള സ്വപ്നം അവർക്ക് പൂവണിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അതിനാകെയുള്ളൊരു മാർഗം ഇതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു. ഒന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുക. രണ്ടാമത്തത് മണ്ഡല പുനർനിർണ്ണയം പരമാവധി വേഗത്തിൽ നടപ്പിലാക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ കാലയളവിൽ തന്നെ BJP നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഇതുകൊണ്ട് സംഭവിക്കുന്നത് വലിയ അസമത്വമാണ് രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന എണ്ണക്കുറവ്, പ്രാതിനിധ്യത്തിലുണ്ടാകുന്ന എണ്ണക്കുറവ്, ഒരു പഠനപ്രകാരം കേരളത്തിൽ മാത്രം 20 സീറ്റുള്ള പാർലമെൻറ്റ് സീറ്റുകൾ 12ആയി കുറയുമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലും അത് 20-30% കുറയും, കർണാടകയിലും കുറയും. അങ്ങനെ കേരളം, കർണാടക, തമിഴ്നാട് ആകെ 70 സീറ്റുകളൊക്കെ ആകെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 70 സീറ്റുകൾ BJPക്ക് എതിരെയുള്ള സീറ്റുകളാണ്. ഇവർ പാർലമെൻറ്റിൽ പോയി ഈ 850 പേരിൽ ഈ 70 പേര് എന്ത് ചെയ്യാനാണ്? ഒരു ബില്ല് പാസ്സാക്കുന്നതിലോ ഒരു ഭേദഗതിയിലോ ഒന്നിലും ഒരു ശബ്ദവുമാകാതെ പോകുന്ന ഒന്നായി ദക്ഷിണേന്ത്യയുടെ ശബ്ദം മാറും. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്ത് ചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥയാണ്. അതുണ്ടാക്കാൻ പോകുന്ന അരക്ഷിതാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കാതെ എങ്ങനെയാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ഒന്ന് മാത്രമാണ്, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ. ഇനി ഏക സിവിൽ കോഡ് വരാനിരിക്കുന്നു. അതുപോലുള്ള ഇപ്പം ബംഗാൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാനുണ്ട്. അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? വനിതകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്, നാരീ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി വരാൻ പോകുന്ന സെൻസസ്, ആ സെൻസസ് പ്രകാരമാണ് ഇത് നടപ്പിലാക്കേണ്ടതെന്നും 2034 ഇത് പൂർണ്ണമായി നടപ്പിലാക്കേണ്ടതെന്നൊക്കെ 2023 നാരീ ശക്തി എന്തോ സംഗതിയില്ലേ ബില്ല്, അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് കാരണം എന്താണ്? ഇത് മാത്രമാണ്. അപ്പോൾ ഇത് വരാൻ പോകുന്ന വലിയൊരു ഭീഷണിയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ജിമ്മി, ഇന്നിപ്പോൾ കോൺഗ്രസ് ഒരു സ്ട്രാറ്റജി യോഗമൊക്കെ ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ നാളെ പാർലമെന്റിൽ എടുക്കേണ്ട സ്ട്രാറ്റജിയെക്കുറിച്ച് കൃത്യമായ ഹോംവർക്ക് കോൺഗ്രസ് നടത്തി കാണുമോ? ഇന്ത്യ സഖ്യത്തിന് അതിന് വേണ്ട സമയം കിട്ടിയിട്ടുണ്ടോ? ഈ നാരീശക്തി എന്ന ആയുധം ഇപ്പുറത്തെടുത്തിടുമ്പോൾ അതിന് കൃത്യമായി പൊളിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. 2 സാധ്യതകളാണ് ഞാൻ മുന്നിൽ കാണുന്നത്. നാളെ പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ത്യ സഖ്യത്തിൻ്റെ എല്ലാ MP-മാരും അവിടെ ഉണ്ടാകും. 1-2 ഭൂരിപക്ഷം വെച്ച് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 850 സീറ്റിൽ മൃഗീയ ഭൂരിപക്ഷവുമായി വടക്കേ ഇന്ത്യയിലെ MP-മാരുടെ എന്താ പറയുക, മൃഗീയ ഭൂരിപക്ഷത്തിൽ കാര്യങ്ങൾ നടന്നു പോകും. അത് വേണ്ട എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിലെ പ്രാദേശിക പാർട്ടികൾ, കോൺഗ്രസ് MP-മാർ അവരെല്ലാവരും ചേർന്നാണ് ഇതിനെ തടയേണ്ടത്. അതിനിടയ്ക്ക് ആരെങ്കിലും പാലം വലിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ടാവും. തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ പോയി ഇവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറയാം. അതെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യ സഖ്യം നിന്നാൽ ഇന്ത്യ സഖ്യത്തിന് കൊള്ളാം. പക്ഷേ ഇനി അഥവാ ഈ ബില്ല് പാസ്സായാലോ വളരെ വലിയ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തുകൊണ്ടാണ്? 1960-ലെ തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം രാജ്യത്തെ ആകെ വിഘടനവാദത്തിലേക്ക് പോലും നീങ്ങുന്ന രീതിയിൽ ഇപ്പോഴത്തെ സമാധാനം പറയുന്ന DMK, ഇപ്പോൾ ചെറുതായിട്ട് പ്രതിഷേധിച്ചു തുടങ്ങുന്ന DMK
അന്ന് പറഞ്ഞിരുന്നത് ദ്രാവിഡ രാജ്യത്തെക്കുറിച്ചും ദ്രാവിഡ സങ്കല്പത്തെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയത് 60കളിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ കൂടെയാണ്. അതുപോലെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്, വടക്കേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയൊരു അടിച്ചേൽപ്പിക്കൽ വരുന്നു എന്ന് വന്നാൽ വളരെ വലിയ പ്രശ്നങ്ങൾ വടക്കേ ഇന്ത്യക്കെതിരെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായാൽ എന്ത് ചെയ്യും? അതൊരു വലിയ അപകടമല്ലേ? എന്താണ് കാര്യം? കൃത്യമായ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കി. ഇതാണോ തെക്കേ ഇന്ത്യക്കാർ ചെയ്ത കുറ്റം? കൃത്യമായി സ്ത്രീകളുടെയും മറ്റുള്ളവരുടെയും വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഇതാണോ കുറ്റം? കൃത്യമായി സ്കൂളുകളും കൃത്യമായി ആശുപത്രികളും കൊണ്ടുവന്നു. കൃത്യമായി ടാക്സ് അടയ്ക്കുന്നു. ട്രെയിനിൽ കയറിയാൽ കൃത്യമായി ട്രെയിൻ ടിക്കറ്റ് എടുക്കും. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ എക്സ്ചക്കറിലേക്ക് ടാക്സ് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൗത്താണ് കാണാൻ പറ്റുക. ദ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്നൊരു പുസ്തകം തന്നെയുണ്ട്. എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയുടെ ചെലവിൽ നോർത്ത് ഇന്ത്യയിലെ ഗോസായിമാർ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യപത്രമാണ്. സൗത്താണ് ഈ നോർത്ത് ഇന്ത്യയെ താങ്ങി നിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ സമാധാനം പറഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തിലേക്ക് കാര്യങ്ങൾ പറയാനുള്ളൊരു വലിയ സാഹചര്യമുണ്ട്, അപകടമുണ്ട്. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയെ ഞെരിച്ചമർത്തുന്നു എന്ന് പറഞ്ഞ പുതിയ നറേറ്റീവിനും വിഘടനവാദത്തിനുമൊക്കെ ഇത് വഴിതെളിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യും എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞ BJPയും RSSും അതുപോലെ തന്നെ അവരുടെ തലപ്പത്തിരിക്കുന്ന മോദിയും അമിത്ഷായും ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും, നമ്മൾ കരുതിയിരിക്കണം. പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട രാജ്യമാണ്. രാജ്യത്തെ വിഘടിപ്പിക്കുന്ന, രാജ്യത്തെ പിളർക്കുന്ന ഒരു വലിയ പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അപകടമാണ്. എന്താണ് പ്രശ്നം? ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരും എതിരല്ല. അതിനൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ചില നീക്കുപോക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് പുതിയൊരു വിഷയം വന്നത്. നോർത്ത് ഇന്ത്യ മര്യാദയ്ക്ക് ജനസംഖ്യാ നിയന്ത്രണം നടത്തിയില്ല, സൗത്ത് ഇന്ത്യ നടത്തിയുള്ളൂ. 47 അറിയില്ലായിരുന്നല്ലോ ഈ നോർത്ത് ഇന്ത്യയിലുള്ളവന്മാർ ഇങ്ങനെ ചെയ്യുമെന്ന്. ഇത് ചെയ്യുമെന്ന് നമുക്കറിയില്ലായിരുന്നു. രാജ്യത്തിൻ്റെ എന്നിട്ട് എന്താ പറയുക, ഇപ്പോൾ എല്ലാ തവണയും ബീമാരി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുക ഇതിൽ പല എണ്ണത്തിനെയും. അപ്പോൾ ബീമാരി സ്റ്റേറ്റ്സിൻ്റെ പ്രശ്നം എന്താ? മര്യാദയ്ക്ക് അവിടെ ഒന്നും കാര്യമായ വികസനമില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ മുഴുവൻ അവർക്കാണ് കൊടുക്കേണ്ടത്. കേരളത്തിന് തരില്ല. കേരളം ഒരുപാട് മുന്നോട്ട് പോയി, നമ്മുടെ കുറ്റമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി ഈ കാര്യങ്ങളെ മുഴുവൻ അങ്ങനെ ഒരു നോർത്ത് സൗത്ത് വ്യത്യാസത്തോടുകൂടി ആളുകൾ കാണാനുള്ളതിന് ആക്കം കൂട്ടും. ഇത് ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കെ തന്നെ പുതിയ സാഹചര്യത്തിൽ ജനസംഖ്യ ഒരു മേഖലയിൽ മാത്രം കുറയുകയും മറ്റൊരിടത്ത് കൂടുകയോ അങ്ങനെ തന്നെ നിൽക്കുകയോ ചെയ്തതിൻ്റെ കുറ്റം എങ്ങനെയാണാകുക? അപ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പൊക്കെ മനസ്സിലാവണമെങ്കിൽ, രാജ്യം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ രാജ്യം നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ അഭിമാനത്തിൻ്റെയും ആവശ്യകതയുമാണെന്ന് മനസ്സിലാകുമെങ്കിൽ ഈ പണിക്ക് കേന്ദ്രം പോകില്ല. പക്ഷേ അത് പോയിരിക്കുന്നു. ഇന്ത്യ സഖ്യം നാളെ എല്ലാവരും പാർലമെൻറ്റിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോദിക്ക് ഈ ബില്ല് പാസ്സാക്കലിൻ്റെ 7 അയലത്ത് പോലും വരാൻ പറ്റില്ല. യെസ്, അപ്പോൾ വനിതാ സംവരണ ബില്ലിന് പിറകിലെ കെണി കൃത്യമായി ഇന്ത്യ സഖ്യത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം പുറത്തു വന്ന നേതാക്കളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നാളെ സഭയിൽ കൂടി കാണണം. എന്തായാലും FCRA ബില്ല് വന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ, പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ പോലും മുഴുവൻ MP-മാരും അന്നന്ന് രാത്രി ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലെത്തിയ ഒരു പ്രത്യേക ചിത്രം നമ്മൾ കണ്ടതാണ്. ആവേശം നാളെയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാത്തിരുന്നു കാണാം.